ഹലോ, സോ ദിസ് ഇസ് അനദർ ഡേ അറ്റ് UAE. ആക്ച്വലി ഏത് ദിവസമാണെന്നൊക്കെ മറന്നുപോയി. ഐ ഗെസ് ഇറ്റ് വാസ് മൈ തേർഡ് ഡേ. ഐ വേഗ്ലി റിമെമ്പർ ദാറ്റ്. ലിറ്ററലി എല്ലാം മറന്നുപോയി. പിന്നെ കുറേ വീഡിയോസൊക്കെ എന്തോ ഭാഗ്യത്തിനുണ്ടായി ഈ ഒരു ദിവസത്തിൻ്റെ. ആക്ച്വലി ഡേറ്റയൊക്കെ ലോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് സാധനവും പോയി. ആൻഡ് അവിടെ നിന്നൊക്കെ കിട്ടിയ കുറേ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തിടുന്നതാണ്. അപ്പോൾ നമ്മൾ ഉച്ചയിനാണ് ഇറങ്ങുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഫസ്റ്റ് അവിടെ പോയപ്പോൾ അട്രാക്ട് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ ചൈന ടൗൺ. ആൻഡ് ട്രസ്റ്റ് മീ, ഇറ്റ്സ് സോ ഗുഡ്. നമ്മൾ ഈ ഡ്രാമയിലൊക്കെ കാണുന്ന ഒരു ഏരിയയൊക്കെ പോലെ. ആൻഡ് ഒരു ചെറിയ ബ്ലോസം കാണാൻ പറ്റി ലൈഫിൽ, ഫേക്ക് ആണെങ്കിൽ പോലും. കാരണം സോളിൽ പോയിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു സൗത്ത് കൊറിയയിലെ. പക്ഷേ എന്തായാലും ഫേക്കെങ്കിൽ ഫേക്ക് ഉള്ളതാട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ കണ്ട് നിർവൃതി അടഞ്ഞു. ആൻഡ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ആൻഡ് മൈ സിസ്റ്റർ വാസ് ലൈക്ക്, ഇതൊക്കെ തുടങ്ങിയതേ ഉള്ളൂ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന്. കാരണം ഫസ്റ്റ് പോയ ഡെസ്റ്റിനേഷൻ ആയിരുന്നു അവിടെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ പേര് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കുറേ ഷോപ്സിലൊക്കെ കയറി. ആൻഡ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു അക്വേറിയം ഏരിയയിലേക്ക് വന്നു. ആൻഡ് ദിസ് ഇസ് സോ ഗുഡ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ വെറൈറ്റി ഫിഷസൊക്കെ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഒരുപാട് പേരുണ്ടായിരുന്നു. കുറേ പേരിങ്ങനെ ആ ഒരു ഫിഷസിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. സീ ദാറ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിനെ കുറേ നേരം ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ കണ്ടു, ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു നോക്കിക്കാൻ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നോക്കി നിന്നിട്ട് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് വരുന്നതെന്ന് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പം ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന കണ്ടിട്ട് ഐ വാസ് ലിറ്ററലി അമേസ്ഡ്. അത് നോക്കി കുറേ നേരം നിന്നപ്പോഴത്തേക്കും മൈ സിസ്റ്റർ വാസ് ലൈക്ക്, മധ്യയിൽ നമുക്ക് പോയാലോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. സീ ദാറ്റ് ചൈൽഡ്, ആ കുട്ടിയുടെ ഒരു ആവേശം കണ്ടില്ലേ, ആ ഒരു സെയിം സാധനമൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നടന്നു തുടങ്ങി. ആൻഡ് നെക്സ്റ്റ് പാർട്ട്, ക്രിസ്മസ് ഒക്കെ അവിടെ നേരത്തെ, ഇതിപ്പോൾ November 10 ആ ഒരു ടൈമിലാണ്. ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ അപ്പോഴേക്കും സെറ്റായി. ആൻഡ് എന്ത് ക്യൂട്ടാണ്. എനിക്കിങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ട് തോന്നില്ലേ. എനിക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് അതിലൊക്കെ തൊട്ടൊക്കെ ഇരുന്നപ്പോൾ തന്നെ നല്ല സന്തോഷവും സമാധാനവും കിട്ടി. പ്രാന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ പിന്നെ നമ്മൾ വീണ്ടും ഷോപ്പിംഗ്. അങ്ങനെ പിന്നെ ഇതിലേക്കൂടിയൊക്കെ കുറേ നേരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾ കിട്ടി. ആൻഡ് ഇതും എല്ലാവരുടെയും ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള സാധനമാണ്. ദിസ് ഈസ് ഓൾസോ നൈസ്. അവിടെ നിന്നും കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിലേക്കൂടി ഇങ്ങനെ കുറേ നേരം പിന്നെയും നടന്നു. എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഷോപ്പിങ്ങിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കി. അങ്ങനെ കുറേ വീഡിയോസൊക്കെ മിസ്സായി, ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുള്ള വ്യൂ ആണിത്. ഓക്കെ, ദാറ്റ്സ് ബുർജ് ഖലീഫ. ആൻഡ് ഇവിടെ നിന്നാൽ ഇങ്ങനെ ഫുൾ വ്യൂ ഒക്കെ കാണാം. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 5:30 കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു. അപ്പം ആളുകളൊക്കെ കൂടി വരുന്നതേ ഉള്ളൂ. ഒരു 6 മണിക്ക് മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് 6 ആയപ്പം ഭയങ്കര തിരക്കായിരുന്നു. അതുവരെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ക്രൗഡഡ്. ആൻഡ് 6 hour ആയപ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡഡായി. ഞാൻ ആക്ച്വലി ബുർജ് ഖലീഫയുടെ ഫുള്ള് കിട്ടുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഓർ വീഡിയോ കിട്ടുമോ എന്നുള്ള ശ്രമത്തിലായിരുന്നു കുറേ നേരം. ആൻഡ് നല്ലതായിട്ടൊന്നും കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നിന്നിങ്ങനെ എല്ലാ വ്യൂവും കണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാൻ ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ആക്ച്വലി സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇതിലേക്കൂടിയൊക്കെ കുറേ നേരം പിന്നെ നടന്ന് ഫൈനലി 6 മണി ആവാറായി. 6 മണി ആവാറായപ്പോൾ സീ ദി ഡിഫറൻസ്. ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായി. ആൻഡ് എല്ലാവരും ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂസിക് ഫൗണ്ടൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് 6 ആവാറാകുമ്പോൾ പോകാമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കും സീ ദി ക്രൗഡ്. എല്ലാവരും ഓൾറെഡി എത്തിയിട്ട് ഒരു നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും കിട്ടിയില്ല. എല്ലാവരും വന്നു. എല്ലാവരും പെട്ടെന്ന് വന്ന് സീറ്റ് പിടിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കി നടന്ന് ഫൈനലി എന്നെ ഒരു സ്ഥലത്ത് കുത്തിക്കയറ്റി ഒരു വിധത്തിലൊരു
സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ അവിടെ അങ്ങ് നിന്നു. എന്നിട്ട് വി വെയർ വെയിറ്റിംഗ് ഫോർ ദി മ്യൂസിക് ഫൗണ്ടൻ. ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിന്ന് ഫൈനലി 6 മണിയപ്പോൾ വന്നു. ഇറ്റ് വാസ് നൈസ് അല്ലേ. 6:05 ആയപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ബിക്കോസ് പിന്നെയും പോകാനുള്ള ആളുകളുടെ തിരക്കായിരുന്നു. ആൻഡ് വീണ്ടും മോളിലേക്ക് വന്ന് പിന്നെയും എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. ആൻഡ് കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഗെസ് ആക്ച്വലി പല കാര്യങ്ങളും മറന്നുപോയി എന്താ ചെയ്തതെന്നൊക്കെ. ഇനിയും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ സമയം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം പിന്നെയും അതിൽ കൂടിയൊക്കെ നടന്ന് എന്തൊക്കെയോ ക്ലോത്ത്സും ഷൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ നോക്കിയെന്ന് തോന്നുന്നു, ബാഗും അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങി. ഐ ഗെസ് ഒരു 7:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് പിന്നെയും കാണുമ്പോൾ പിന്നെയും കയറാനുള്ള ടെൻഡൻസി. അങ്ങനെ കയറി ഇറങ്ങി ഒരു വിധത്തിലൊരു 4 hours കഴിഞ്ഞപ്പോഴത്തേക്കും ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പം ഞാൻ എടുത്ത കുറേ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.